സേഫ് സന്നദ്ധയിലേക്കാണ്. സൈഫ, ധവളപത്രം മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്തൊക്കെ പറയുന്നു? പ്രതിപക്ഷത്തിന്റെ നീക്കം എന്താണ്? അദ്ദേഹം സൂചിപ്പിച്ചത് ഇത് ഒരു പൊളിറ്റിക്കൽ രേഖയല്ല, മറ്റുള്ള ധവളപത്രങ്ങൾ ഒരു രാഷ്ട്രീയ രേഖയായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും വിദഗ്ധരെ അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഒരു വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. ഈ ധവളപത്രം ടേബിൾ ചെയ്തതിന് പിന്നാലെ തന്നെ വിയോജനക്കുറിപ്പ് നൽകിയ കെ എൻ ബാലഗോപാൽ ഈ വിഷയത്തിൽ സംസാരിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ ഇത് സർക്കാരിൻ്റെ രേഖകൾ, ആ രേഖകൾ AG ആണ് സാധാരണഗതിയിൽ പരിശോധിക്കേണ്ടത്. ഇത് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല, ഈ വകുപ്പിന് പുറത്തുള്ള ആൾക്കാരാണ് ഇത് പരിശോധിച്ചത്. സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളാണ് പുറത്തു പോയിരിക്കുന്നത്. അത് ശരിയായ രീതിയല്ല എന്ന നിലപാടാണ് കെ എൻ ബാലഗോപാൽ സ്വീകരിച്ച് സംസാരിച്ചത്. അപ്പോൾ അതിനാണ് VD സതീശൻ മറുപടി നൽകിയത്. ഓരോ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയെ ധവളപത്രം തയ്യാറാക്കാൻ വേണ്ടി നിയോഗിച്ചത്. ഏതെങ്കിലും ചട്ടമോ ക്രമവിരുദ്ധമായ എന്തെങ്കിലും ഇടപെടലോ അതിനകത്ത് ഉണ്ടായിട്ടില്ല. മന്ത്രിസഭ അംഗീകരിച്ചാണ് ധവളപത്രം തയ്യാറാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. ആ ധവളപത്രം തയ്യാറാക്കി കഴിഞ്ഞ് അത് മന്ത്രിസഭ അംഗീകരിച്ചാണ് നിയമസഭയുടെ മേശപ്പുറത്തേക്ക് പോലും അത് എത്തിച്ചേരുന്നത്. ഒരു രഹസ്യ രേഖയും ഇതിന്റെ ഭാഗമായിട്ട് പുറത്തു പോയിട്ടില്ല. എല്ലാം പൊതുജന മധ്യത്തിലുള്ള രേഖകൾ മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചത്. അതിനൊപ്പം തന്നെ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്ത് വന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് വിചിത്രമായ വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇതുവരെ നിയമസഭയിൽ വെച്ചിട്ടുള്ള രേഖകളെല്ലാം, ധവളപത്രങ്ങളെല്ലാം, അതെല്ലാം രാഷ്ട്രീയ രേഖയാണ്. ഇതാണ് യഥാർത്ഥ രേഖ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ധനവകുപ്പാണ് സാധാരണഗതിയിൽ ധവളപത്രം തയ്യാറാക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ ഭാഗമായി വന്നിട്ടില്ല. പുറത്തുള്ള ആൾക്കാരാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതും സർക്കാരിന്റെ രേഖകൾ പുറത്തുപോയി അത് തയ്യാറാക്കി വരുന്നു. അത് ഒരു കാരണവശാലും നിയമസഭയുടെ ഭാഗമായി മാറാൻ പാടില്ല ആ രേഖ എന്നുള്ള നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചു. അങ്ങനെ ക്രമപ്രശ്നം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് മറുപടി എന്നോണം മുഖ്യമന്ത്രി VD സതീശൻ അതിനകത്ത് സൂചിപ്പിച്ചത് ഇത് പ്രതിപക്ഷ നേതാവ് നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണ്. താൻ ഉദ്ദേശിച്ചത്, താൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഇത് വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഒരു ചട്ടലംഘനവും ഇല്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകേണ്ടതില്ല എന്നുള്ള കാര്യം മറുപടിയായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ക്രമപ്രശ്നം സ്പീക്കർ തള്ളിക്കളഞ്ഞു. അല്പസമയത്തിനകം തന്നെ ധവളപത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി മീഡിയ റൂമിൽ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്താണ്, എത്രത്തോളം നീക്കിയിരിപ്പ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ, ഈ നികുതി വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള പരാതി കഴിഞ്ഞ സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാർ എത്രത്തോളം പണം തരാനുണ്ട്, എത്രത്തോളം തന്നു തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ധവളപത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ഓക്കെ, റൈറ്റ്.